കുറേ വീട്ടമ്മമാർ വളരെ തകൃതിയായി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരുടെ ഇടയിലൊന്നും മുഖത്തൊന്നും കാണാത്തൊരു ടെൻഷൻ വേറെ ചിലരുടെ മുഖത്ത് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റും, അത് മറ്റാരുമല്ല അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കൂടെ വന്നവരൊക്കെയാണ്. സോ അവർക്ക് എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് സ്ത്രീകൾക്ക് അധികം ഇങ്ങനെ എക്സ്പോഷർ കിട്ടുന്ന പ്രോഗ്രാം കുറവല്ലേ? സാർ അതിനെ സപ്പോർട്ടീവ് ആണോ? സാർ ഇതിനെ എങ്ങനെ കാണുന്നു? ഞാൻ സപ്പോർട്ടാണ്. എനിക്ക് നല്ലതാണ് ഇത് പങ്കെടുക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ വൈഫിനെ പങ്കെടുപ്പിക്കുന്നതിൽ ഇഷ്ടമുള്ളതാണ്. സോ ഭാര്യയ്ക്ക് എന്ത് ടിപ്സാണ് നൽകിയത് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ്? ഭാര്യയുടെ ചോയ്സാണ്, അവളുടെ ഇഷ്ടത്തിന് വിട്ടതാണ്. സ്ത്രീകൾക്ക് ഒരു മുന്നോട്ട് വരാനുള്ള ഒരു നല്ലൊരു ഒരു അവസരമാണിതെന്ന് വിചാരിക്കാം. അമൃത ടി വി പോലുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ വളരെയധികം നല്ലൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു. ഹായ് ബ്യൂട്ടി. താങ്ക് യു. സുഷമ അവരത് പറ്റിച്ചേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും അങ്ങ് ബ്യൂട്ടി ആണെന്ന് അങ്ങ് തോന്നിപ്പോയോ? എനിക്ക് തന്നെ അറിയാം കുറച്ച് ബ്യൂട്ടി ആണ്. തടി മാത്രമേ കുറച്ച് ഓവറുള്ളൂ. സുഷമ ഇത് ഡാൻസ് ആണോ? ശരിക്കും ഡാൻസ് ആണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഡാൻസ് ആണ്. ഞാൻ പറയില്ല ഇത് ഡാൻസ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ ആൾക്കാർ തല്ലിക്കൊല്ലും. വനിതാരത്നത്തിൽ എന്തായിരിക്കും? വനിതാരത്നത്തിൽ പ്രത്യേകം ചോദിച്ചിരിക്കുന്നത് നല്ല അമ്മയാവാനുള്ള ഒരു ഇതല്ലേ, നല്ല അമ്മമാരെങ്ങനെയായിരിക്കണം. നല്ല അമ്മ ആവണം എന്നുള്ളത് മക്കളോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ. അത് എനിക്ക് ഒരു 90% വരെ ഞാൻ ഒരു നല്ല അമ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി മോളെടുത്തും മോൻ്റെ അടുത്തും ചോദിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ വിചാരിച്ചോണ്ടാ ചെയ്യുന്ന കാര്യം. അതിപ്പോ മോളെടുത്തും മോൻ്റെ അടുത്തും ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അതിപ്പം പറയാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് വന്നിട്ട് വീട്ടിൽ വനിതാരത്നത്തിൻ്റെ കിരീടം ചൂടിക്കൊണ്ടു പോകുന്നൊക്കെ ഉള്ള പ്രോമിസൊക്കെ ഹസ്ബൻഡിന് കൊടുത്തിട്ടാണോ വന്ന്? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഓക്കെ എല്ലാത്തിനും വിടും. അങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു ഹസ്ബൻഡ് അല്ല. ഓക്കെ. അപ്പം നമുക്ക് കിരീടം പിന്നെ ആവാം. അപ്പോൾ ഇദ്ദേഹം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്താണ് പെർഫോം ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഡാൻസ് ചെയ്തോ? എനിക്ക് കാലിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വീണിട്ട് ഞാൻ പറഞ്ഞ ഒരു ചാടി കളിക്കാനൊന്നും പറ്റില്ല. ആവുന്ന പോലെ കളിച്ചുകൊണ്ട് വെറുതെ ആക്ഷൻ കളിച്ചു. ഒരു സെൽഫ് കണ്ടെയ്ൻമെന്റ് ഉണ്ടോ? സാറ്റിസ്ഫാക്ഷൻ? പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഡാൻസ് തന്നാൽ അമൃത ടിവിക്ക് എൻ്റെ 100 താങ്ക്സ് കേട്ടോ. मोहब्बत भी क्या चीज होती है यार. Okay, that was good, but I would like to see a little bit of dance also. korchori dance. दर्द उड़े प्यास जगे याद सताए कोई सदा शाम सहर पास बुलाए. तो आपको हिंदी आती है? आती है. आपने हिंदी पढ़ा है या आप बाहर नहीं पढ़ा नहीं. मैंने सेकेंड लैंग्वेज अरबिक में किया है, लेकिन मुझे अच्छी तरह हिंदी मालूम है. So inshallah probably you will get something out of it. Yeah. Best of luck for you. It's God wishes. Tawakkaltu ala Allah. Yeah. Okay. അല്ല പോകുന്നില്ലേ? എവിടത്തേക്കാ? അല്ല ഓക്കെ പറഞ്ഞല്ലോ. You just call me. Okay, cool. All right, you're quite cool and you're bold and we appreciate you. This is your certificate. You're on to the next stage. ഇനി എന്താണ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്? എങ്ങനെ പ്ലാൻ ചെയ്യണം? എങ്ങനെയെങ്കിലും അത് കിരീടം എന്റെ തലയിൽ ചൂടണമെന്നുണ്ട്.